സർ, ഭാരതാംബയ്ക്ക് 1800 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ബി ഗോപാലകൃഷ്ണൻ അവകാശപ്പെടുന്നത്. അതല്ല, RSS ആണ് ഭാരതാംബയെ കാവ്യവൽക്കരിച്ചതെന്നാണ് സന്ദീപ് വാര്യരുടെ അഭിപ്രായം. ചാനൽ ചർച്ചയ്ക്കിടെ പൊരിഞ്ഞ യുദ്ധമായിരുന്നു ഇരുവരും തമ്മിൽ. സോഷ്യൽ മീഡിയകളിൽ ഇന്ന് അതിന്റെ ദൃശ്യങ്ങളൊക്കെ വൈറലാണ്. എടോ പോടോ വിളികൾ മുതൽ അടിച്ച് പല്ല് കൊഴിക്കും എന്നുള്ള ഭീഷണികൾ വരെ എത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബി ഗോപാലകൃഷ്ണനും സന്ദീപ് വാര്യരും നടത്തുന്ന ഈ ഒരു യുദ്ധ പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലാകുമ്പോൾ ആരുടെ ഭാഗത്താണ് നമുക്കൊരു ന്യായീകരണം കാണാൻ സാധിക്കുക? അല്ലെങ്കിൽ ഈ വിഷയത്തെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാൻ സാധിക്കും? ന്യായവും അന്യായവും ഒക്കെ സംസാരിക്കുന്നവർ തീരുമാനിക്കുന്നത്. അതിനകത്ത് ഈ സന്ദീപ് വാര്യരുടെ ഒരു കാര്യം പറയുമ്പോൾ ധാരാളം പേര് പാർട്ടി മാറി പോയിട്ടുണ്ട്. സരിൻ പാർട്ടി മാറിയിട്ടില്ല, അടുത്ത കാലത്ത് ആരെല്ലാം പത്മജ പാർട്ടി മാറിയിട്ടില്ല, മറ്റു പലരും പാർട്ടി മാറിയിട്ടില്ല. അപ്പൊ പാർട്ടി മാറുന്നതൊന്നും ഒരു കുറ്റമല്ല. അല്ലെങ്കിൽ പാർട്ടി മാറുന്നതിന്റെ പുറകിൽ ആരും നിന്ന് സംസാരിക്കുന്നത് ചില ചെറിയ സംസാരങ്ങൾ വരും. എന്നാലും ചെയ്യാമോ, ഇത്രയും നാള് പത്മജ പോയപ്പം അതിന്റെ കൂടെ എല്ലാവരും അത് കോൺഗ്രസിനോട് ചെയ്ത ചതിയല്ലയോ വഞ്ചനയല്ലയോ എന്നൊക്കെ പറയും. അപ്പൊ അതിനകത്ത് അവർക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിന്റെ പേരിൽ അവർ മാറുകയായിരിക്കും. ആക്കാരുടെ മോൻ പോയില്ലേ, അപ്പൊ ആന്റയുടെ മോൻ അങ്ങനെ പോവാകും. അപ്പൊ അതിനകത്ത് അയാൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജിയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള പ്രവർത്തനമാണ് അതിനകത്തുള്ളതെന്ന് പറഞ്ഞാണ് അയാൾ മാറുന്നത്. വേറെ അതിനകത്തൊന്നും പറയുന്നില്ല. പിന്നെ അതിന്റെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആള് പാർട്ടി മാറിയിട്ട് പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം ഈ പാർട്ടിയുടെ BJP എന്ന് പറഞ്ഞാൽ അതിനകത്ത് അരിഞ്ഞു ചേർന്ന് നമ്മൾ പറയത്തില്ലേ ഈ നമ്മുടെ ഈ എന്തോ പറയുന്നത് ബ്രഹ്മത്തിൽ അലിയുക എന്നൊക്കെ പറയത്തില്ലേ ചിലർ പറയുന്നത്, മോക്ഷപ്രാപ്തി കിട്ടി അതുപോലെ അലിഞ്ഞു ചേർന്നങ്ങ് നിൽക്കുന്ന ഒരാളായിരുന്നു. BJP എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടുകാരെ, അമ്മ, അച്ഛൻ, മറ്റൊരു മറിച്ചവര് BJP RSS എന്ന് പറഞ്ഞാൽ അവിടെ മരിക്കും. പിന്നെ അവരുടെ വസ്തു മൊത്തവും പറയുന്ന RSSന് എഴുതി വെച്ചിരുന്നു, ഇപ്പൊ തിരിച്ചെഴുതിയെന്നാ പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നിന്ന ഒരാള് കാരണം പറയുന്നത് ഒരു കസേര, യഥാർത്ഥ കാരണം എന്താണെന്ന് തിരക്കിയാൽ, പോയതിന്റെ കാരണം തിരക്കിയാൽ, തൃശ്ശൂര് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, ഒരു പ്രശാന്ത് പറഞ്ഞു, കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത്, യഥാർത്ഥ കഥ ഞാൻ പറയും BJPക്കകത്തുനിന്ന് വെളിയിൽ പോകാനുള്ള കാരണം ഒരു വീട്ടിൽ കയറ്റിയതിന്റെ കഥയുണ്ട്, ആ കഥ ഞാൻ പറയും. അത് പറയാതെ ഇപ്പോഴും BJP വെച്ചിരിക്കുന്നത് BJPക്കാരന്റെ മാന്യതയാണ്, ഇയാളുടെ മാന്യത കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് സന്ദീപ് വാര്യർ നിർത്തിയിട്ട് പോയത്. അപ്പം സന്ദീപ് വാര്യർ ആൾക്കാരെ പറ്റി പറയുമ്പോൾ, പെണ്ണും പെടക്കോഴിയും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ, ചില കാര്യങ്ങൾ ചിലരുടെ മാന്യത വെച്ച് അവർ മൂടി വെച്ചിരിക്കുന്നു. അത് അവരുടെ പാർട്ടിയിൽ നിന്നപ്പോ സംഭവിച്ചതായത് കൊണ്ട് പോലും അവരുടെ പാർട്ടിക്ക് ഇപ്പൊ പറഞ്ഞാലും ക്ഷീണമാകും എന്നുള്ളത് കൊണ്ട് പറയാത്തതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്നു. പ്രശാന്ത് ഒന്ന് വരട്ടുന്നു, പിന്നെ സന്ദീപ് വാര്യനെ വെല്ലുവിളിച്ചിട്ട് കൊണ്ടായി. ഇപ്പൊ വീണ്ടും ഭാരതാമ്മയെ കണ്ടുപിടിച്ചത് പുള്ളിയാ, മനസ്സിലായില്ലേ? ഭാരതാംബയെ കണ്ടുപിടിച്ചത് പുള്ളിയാ. അപ്പൊ പുള്ളിക്ക് പറയുന്നു, പുള്ളിന്റെ ചരിത്രം പറയുന്നു, ഭാരതാംബ അങ്ങനെ ഒക്കത്തില്ലെന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ പറയട്ടെ, അവനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാ. CPI പറയട്ടെ, അവന്റെ രാഷ്ട്രീയം അതാ. ഇയാൾ ഇതിനകത്തൊന്നും മാറി, ഇയാൾക്ക് BJPക്കകത്ത് നിൽക്കാൻ പറ്റിയില്ല. ശരി, ഇതൊന്നും അല്ല BJPക്കാർ പറയുന്ന കാരണമൊന്നും അല്ല, BJPക്കകത്ത് നിൽക്കാൻ പറ്റിയില്ല. ഇയാൾ ഐഡിയോളജി മാറി. അപ്പൊ BJPക്കകത്ത് അല്ലെങ്കിൽ ഇയാൾ വിശ്വസിക്കുന്ന BJP ഐഡിയോളജി ഒന്നും അതില്ല, അല്ലെ RSSന് ഐഡിയോളജി ഇല്ല. അയാൾ മാന്യമായിട്ടുള്ള പാർട്ടി മാറി. അയാൾക്ക് മുസ്ലിം ലീഗിൽ പോകാം, അയാൾക്ക് SDPക്ക് പോകാം, ജമാഅത്ത് ഇസ്ലാമി അതൊക്കെ അവനവന്റെ സ്വാതന്ത്ര്യമാണ്, മാറ്റാനൊക്കെ. പക്ഷെ അതങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പം BJP എന്ന് പറയുന്ന പാർട്ടി ലോകത്ത് ഏറ്റവും കൊള്ളില്ലാത്ത പാർട്ടിയാ, RSS എന്ന് പറഞ്ഞ ലോകത്ത് ഏറ്റവും കൊള്ളില്ല, ആരാണ്ടരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് മേടിച്ച് പറയുന്നത് പോലെ ഇല്ല, കാസറ്റ് തിരിച്ചിടുമ്പോ കാര്യം പറയുന്നവരൊക്കെ വർത്തമാനം പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറയും. ഇതിന്റെ അകത്ത് ഈ വർത്തമാനത്തിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും ഒക്കെ സംശയിക്കുമ്പോൾ ആ സംശയിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബാംഗ്ലൂരിൽ പോയിരുന്നപ്പോ അവിടെ കോൺഗ്രസ് നേതാക്കന്മാർ ചെന്നെങ്കിൽ ആ ചെന്നില്ല എന്ന് വ്യക്തത വരുത്തേണ്ടത് ഇദ്ദേഹമാണ്. അതിന്റെ പുറകിൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീൽ ഉണ്ടായിരുന്നു പറയുമ്പോൾ മാധ്യമത്തിൽ വരുമ്പോൾ അത് അങ്ങനെ അല്ലായിരുന്നു മാധ്യമത്തിനും ജനത്തിനും ബോധ്യം വരുത്ത രീതിയിൽ പറയേണ്ടത് ഇയാളാണ്. അപ്പൊ ഇതുപോലെ ഭാരതാംബയുടെ കാര്യം പറഞ്ഞപ്പോൾ ചാനലുകാർ ഇയാളെ ഇയാളെ വിളിച്ചാൽ ഇയാൾക്ക് വരാതിരിക്കാൻ പറ്റും. ചാനലുകാർ ഈ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ വിളിക്കുമ്പോൾ വന്നിരുന്ന് കോൺഗ്രസിന്റെ കാര്യം പറയാണല്ലോ. കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ഇയാൾ പറഞ്ഞ BJPയുടെ കാര്യം പറഞ്ഞ നേരെ വിപരീതമായിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ പണ്ട് BJPക്കകത്ത് നേതാക്കന്മാർ കൃത്യമായിട്ട് അന്ന് ഇയാൾ എങ്ങനെയാ പറഞ്ഞ, ഇയാൾ എങ്ങനെയാ പറഞ്ഞെന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഗോപാലകൃഷ്ണൻ ചിലപ്പോ എടോ പോടോ എന്നൊക്കെ ഒന്ന് വിളിച്ചിരിക്കുക. എടോ പോടോ എന്ന് വിളിച്ചാൽ ഉടനെ പല്ല് അടിച്ച് വാരിടും എന്നൊക്കെ പറഞ്ഞാലും എന്റെ പൊന്നെ, നമുക്കറിയാവുന്ന CPM നമുക്കറിയാവുന്ന BJP നമുക്കറിയാവുന്ന കോൺഗ്രസും ഒക്കെ ഇപ്പൊ ഇവിടെ ഉള്ളത്.
അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴും കോൺഗ്രസിനെ പറ്റിയും കേരളത്തിലെ BJP പറ്റിയും അല്ലെങ്കിൽ CPM പറ്റിയൊക്കെ അറിയാത്തൊരു സന്ദീപ് വാര്യർ എന്ന പുള്ളിയുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് അകത്ത് നിൽക്കുന്ന ആൾക്കാർ വിചാരിച്ചാൽ BJPയുടെയും അല്ലെങ്കിൽ CPM ഒക്കെ വിചാരിച്ചാൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരാൾ പോലും ഇല്ല സന്ദീപ് വാര്യർ. അതിന് തിരിച്ചടി കൊടുക്കാൻ പ്രാപ്തമായിരിക്കുന്ന ഒരു പാർട്ടിയോ ഒരു സംസ്ഥാന കമ്മിറ്റിയോ പോലും ഇല്ല കോൺഗ്രസിന്. അടി മേടിക്കുക എന്നുള്ള നിവൃത്തിയുള്ളൂ. പിന്നെ അടി മേടിക്കാനാണ് സന്ദീപ് വാര്യർ ഇറങ്ങിയത്, അതിനകത്തുനിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് സന്ദീപ് വാര്യർ ഇറങ്ങിയത് എന്നുള്ളതാണെങ്കിൽ ഗോപാലകൃഷ്ണനെ പല്ലടിച്ച് വാരിടും എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അതൊരു ദിവാസ്വപ്നമാണ്. ഒന്ന് സ്വപ്നം പോലും കേരളത്തിൽ കിടന്നൊരു കോൺഗ്രസ്സുകാരന് കാണാൻ സാധിക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ് BJP അടിച്ച് പല്ല് വാരിടും എന്നൊക്കെ പറഞ്ഞാൽ ഊങ്ങുന്ന കാര്യം ആലോചിച്ചാൽ അവരിവരെ ഈ പറയുന്ന സന്ദീപ് വാര്യനെ അപ്പാസടിക്കും. മനസ്സിലായില്ലേ? ആ രീതിയിലൊക്കെ ഉള്ള സംവിധാനം ഇപ്പൊ ഉണ്ട്. CPM ഭാഗത്തായാലും ഇത് തന്നെയാണ്. കോൺഗ്രസിന് അതൊന്നും സാധിക്കത്തില്ല. കാരണം ആ പാർട്ടി അത്തരത്തിലുള്ള പാർട്ടിയാണ്. പണ്ടും അതിന് പോയിട്ടില്ല. പോയ കാലമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു 10, 50, 60 കൊല്ലം മോശമൊന്നും അല്ലായിരുന്നു. ഗാന്ധിയുടെ തൊപ്പിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു അന്ന് കതറിട്ടുകൊണ്ട് നാട്ടുകാരെയൊക്കെ തല്ലി ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് ഈ ഒരു പക്ഷേ കമ്മിറ്റി കൂടാൻ പറ്റാത്ത രീതിയിൽ ഒളിച്ചും പാത്തും കൂടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം അവർ കളം പിടിച്ചപ്പോഴാ കോൺഗ്രസ് പൂർണ്ണമായിട്ടും അങ്ങ് ഗാന്ധിയെ തൊപ്പി എടുത്ത് തലയെ വെച്ചത്. ഞങ്ങളെ അടിക്കുന്നെങ്കിൽ അങ്ങ് അടിച്ചോ, മറ്റേ ചെള്ള കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞുള്ള പാരമ്പര്യമാണ്. പണ്ട് ഒത്ത കാലത്തോ ഉണ്ടായ കാലത്ത് പ്രതാപം ഉണ്ടായിരുന്ന കാലത്ത് ആരെയും തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തതും ആ കെയർ ഓഫ് ഇപ്പോഴും ഏറ്റവും കൂടുതലുള്ളതായിട്ടുള്ള കോൺഗ്രസ്. പക്ഷെ ഇപ്പൊ സന്ദീപ് വാര്യരെ പഴയ കഥ വായിച്ചിട്ട് ഇപ്പൊ കോൺഗ്രസ് കയറി CPM അടിക്കുമെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് കയറി BJP അടിക്കുമെന്നും ഗോപാലകൃഷ്ണനെ അടിച്ച് താഴെയിടുമെന്നൊക്കെ പറയുമ്പോൾ ആ ഗോപാലകൃഷ്ണൻ തിരിച്ചു പറഞ്ഞതിനകത്ത് ഒത്തിരി ഉണ്ട്. ബാപ്പ, അതായത് സന്ദീപ് വാര്യരുടെ ബാപ്പ വിചാരിച്ചാൽ പോലും അത് നടക്കത്തില്ല. സന്ദീപ് വാര്യർ ഏത് സമുദായത്തിലുള്ള ആളും ഏത് ജാതിയുള്ള ആളാണെന്നും അറിയാമല്ലോ. അപ്പൊ ബാപ്പ എന്ന് പറയുന്ന സംബോധനയിലൂടെ സന്ദീപ് വാര്യർക്കിടെ അച്ഛനെ മാറ്റി ബാപ്പ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ വ്യക്തത വരുത്തുന്നില്ല. അതിന് ഒത്തിരി അർത്ഥമുണ്ട്. അത് കൂടുതൽ അല്ലെങ്കിൽ ആണത്തമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്നലെ ചാനലിൽ വെച്ച് പറഞ്ഞപ്പോ അത്തരം ഒരു കാര്യങ്ങൾ എടോ പോടോ എന്ന് വിളിച്ചപ്പോൾ പല്ലടിച്ച് വായിലിടാൻ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് അത്തരത്തിൽ അത് ഞാൻ ചെയ്യുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ് വാര്യർക്ക് ഇപ്പൊ ഈ ബാപ്പാവിളിയുടെ അർത്ഥം മനസ്സിലായെങ്കിൽ വണ്ടി പിടിച്ചു പോയി സന്ദീപ് വാര്യർ ഈ പറയുന്ന ഗോപാലകൃഷ്ണന്റെ പല്ലല്ല തലയടിച്ച് കറക്കി അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ ആവേശം കാണിച്ച സന്ദീപ് വാര്യർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി സന്ദീപ് വാര്യരെ ഗോപാലകൃഷ്ണൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഏതായാലും അത് ചെയ്യുകയാണെങ്കിൽ ഒരു ഗിന്നസ് റെക്കോർഡ് എന്നൊക്കെ പറയുന്ന റെക്കോർഡ് കിട്ടുന്നതിനെക്കാട്ടി വലിയ കാര്യമായിരിക്കും. അത് തന്നെയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലും ഇന്ത്യയിലും ഇത്തരത്തിൽ ഒരു RSSകാരനെ ഒരു BJPക്കാരനെ അടിക്കുന്ന ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ എന്നുള്ള ബഹുമതി ഒരു പക്ഷേ കിട്ടിയിരിക്കും. അദ്ദേഹത്തിന്റെ ബാപ്പാവിളിയുടെ അർത്ഥം ഉണ്ടെങ്കിൽ മരിച്ചാലും വേണ്ടില്ല അദ്ദേഹത്തിന് ഒരെണ്ണം കൊടുക്കുന്നതായിരിക്കും. ഇന്നലത്തെ ആവേശവും ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കണ്ടിട്ട് ഉള്ള സന്ദീപ് വാര്യർ ആണെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പുറകോട്ട് പോകരുത്. ആ പ്രയോഗം, ആ ബാപ്പ പ്രയോഗം എന്താണെന്ന് സന്ദീപ് വാര്യർക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ പ്രയോഗത്തിന് ഈ പറയുന്ന ഗോപാലകൃഷ്ണന്റെ അല്ലെങ്കിൽ ആ ഗോപാലകൃഷ്ണൻ വിളിച്ച വെല്ലുവിളിക്ക് എന്ത് തന്നാലും ജീവൻ നഷ്ടപ്പെട്ടാലും ആത്മാഭിമാനമുള്ള ഈ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ കരണക്കുറ്റി അടിച്ചു തെറിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരത്തിലുള്ള ഒരു ധീര യോദ്ധാവായിട്ടാണ് നമുക്ക് ഈ സന്ദീപ് വാര്യരെ മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിലാവുന്നത്. പ്രതീക്ഷിക്കുന്നു ഗോപാലകൃഷ്ണന്റെ തല തെറിക്കും എന്ന് വിചാരിച്ച് നമുക്ക് നിർത്താം. എന്തായാലും സന്ദീപ് വാര്യർ ഗോപാലകൃഷ്ണൻ പോർവിളികൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യർ ഗോപാലകൃഷ്ണന്റെ വെല്ലുവിളി ഏറ്റെടുത്താൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് ഏറ്റെടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏറ്റെടുത്താൽ അതൊരു വലിയ ചരിത്രമാകും. കാരണം ആദ്യമായി സംഘപരിവാറുകാരന്റെ അല്ലെങ്കിൽ RSSകാരന്റെ മുഖത്തടിച്ച കോൺഗ്രസ്സുകാരൻ എന്ന ബഹുമതി ചരിത്രം ഇവിടെ സൃഷ്ടിക്കാൻ സന്ദീപ് വാര്യർക്ക് സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.